ഈ രാത്രി ചിന്തയ്ക്ക് വേണ്ടി എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. പൗലോസ് അപ്പോസ്തലൻ 5 അധ്യായങ്ങൾ വരെ, 5 അധ്യായത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം വരെ ദൈവസഭയ്ക്ക് വേണ്ടതും വിശ്വാസികൾക്ക് വേണ്ടതുമായ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം 5-ാം അധ്യായത്തിൻ്റെ 22 വരെയുള്ള വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ കുടുംബജീവിതത്തെക്കുറിച്ച് പറഞ്ഞ് അടുത്തത് കുഞ്ഞുങ്ങളിലേക്ക് പൗലോസ് അപ്പോസ്തലൻ നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്ന ഭാഗമാണ് 6-ാം അധ്യായത്തിലേക്ക് തുടർന്നത്. ദൈവസഭ അല്ലെ കുഞ്ഞുങ്ങൾ ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തികളായി മാറണം. അതെങ്ങനെ അനുസരിക്കണം? കർത്താവിൽ അനുസരിക്കണം. അമ്മയപ്പന്മാരെ ബഹുമാനിക്കുന്നവരായി തീരണം. ഇത് 2 കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് ലഭിക്കുന്നത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു പരിപാലനം അവർക്ക് ഉറപ്പുവരുത്തും. മാത്രമല്ല ദീർഘായുസ് അവർക്ക് ലഭിക്കും. മാത്രമല്ല മാതാപിതാക്കളോട് പറയുന്നു, കുഞ്ഞുങ്ങളെ കോപിപ്പിക്കാതെ ബാലശിക്ഷയിലും പത്തി ഉപദേശത്തിലും പോറ്റി വളർത്തുകയും. ഇത്രയും കാര്യമാണ് 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4-ാം വാക്യം വരെ അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഈ പൗലോസ് അപ്പോസ്തലൻ വാക്കുകൾ എഴുതുമ്പോൾ നമുക്കൊരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മാത്രം ഉള്ളായിരുന്നതാണോ ഈ കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന് നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. എല്ലാ കാലഘട്ടത്തിലും കുഞ്ഞുങ്ങൾ അനുസരണക്കേട് കാണിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തെ അനുസരിക്കാത്തത് എല്ലാ കാലഘട്ടത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്ന, എല്ലാ തലമുറകളിലും കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഈ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, മാതാപിതാക്കളെ അനുസരിക്കുന്ന കുഞ്ഞുങ്ങളായി മാറണം. അനുസരിക്കുക എന്ന് പറയുമ്പോൾ സമർപ്പിക്കുക എന്നോ മാതാപിതാക്കളെ കേൾക്കുവാൻ, ശ്രദ്ധിക്കുവാൻ, നിർദ്ദേശങ്ങൾ അനുസരിക്കുവാൻ, മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുവാനൊക്കെ സന്നദ്ധരായി തീരണം. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ നമ്മൾ എല്ലാവരും കുഞ്ഞു പ്രായത്തിൽ മുതൽ കടന്നു വന്ന് ഇപ്പോൾ മാതാപിതാക്കളായി തീർന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ മാതാപിതാക്കളെയും നമ്മൾ അനുസരിക്കുന്നവരായി തീരണം. അതിൽ നമ്മൾ വ്യത്യസ്തത ഉള്ളവരല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഇത്. അനുസരണം എന്ന് പറയുന്നത് ജീവിതയാത്രയിൽ ദൈവസന്നിധി സമർപ്പണമുള്ളവർക്ക് മാത്രമേ അനുസരിക്കുവാൻ കഴിയുള്ളൂ. ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ അനുസരണക്കേടിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കാരണം കർത്താവിനെ അനുസരിക്കുവാൻ കഴിയാത്തത് കൊണ്ട് അനുസരണക്കേട് ഉണ്ടാകുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല ബഹുമാനം ഉണ്ടാകണം. ദൈവസന്നിധിയിൽ ബഹുമാനം ഉണ്ടാകണം. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരായി തീരണം. ഈ മർക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 10-ാം വാക്യത്തിൽ മോശയുടെ ഒരു വാക്ക് അവിടെ മർക്കോസ് സുവിശേഷം എഴുതി ചേർത്തിട്ടുണ്ട്. നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നും അപ്പനെയോ അമ്മയോ പ്രാകുന്നവൻ മരിക്കണം എന്നും മോശ പറഞ്ഞുവല്ലോ. ശപിക്കുന്നവൻ മരിക്കണം. അപ്പോൾ മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ളത്, അവരെ ബഹുമാനിക്കുക എന്നുള്ളത് ഒരു ക്രിസ്ത്യ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ എങ്ങനെ രക്ഷിക്കപ്പെടണം, എങ്ങനെ ദൈവസന്നിധിയിൽ ജീവിക്കണം, പരിശുദ്ധാത്മാ നിറവ് എങ്ങനെ പ്രാപിക്കണം, അവരുടെ ജീവിതയാത്ര വിശുദ്ധിയോടെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞതിന് ശേഷം കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്ന് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ കുഞ്ഞുങ്ങളായിരിക്കുന്ന ദൈവസഭയ്ക്കകത്ത് കുഞ്ഞുങ്ങളായിരിക്കുന്നവരും മാതാപിതാക്കളാൽ ജനിക്കപ്പെട്ട കുഞ്ഞുങ്ങളും കർത്താവിനെ അപ്പനെ അമ്മയെ ബഹുമാനിക്കണം. അപ്പനെ അമ്മയോ ശപിക്കുന്നവൻ പ്രാകുന്നവൻ മരിക്കണമെന്നും പഴയ നിയമ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി കൊലോസ് ലേഖനത്തിലേക്ക് കടന്നു വരാം. കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം ഈ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർപ്പിക്കുന്നത്, മക്കളെ നിങ്ങളുടെ അപ്പന്മാരെ സകലത്തിലും അനുസരിപ്പിൻ, ഇത് കർത്താവിന് ശിഷ്യന്മാർ കണ്ട് പ്രസാദകരമല്ലോ. അപ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരും അനുസരിക്കുന്നവരുമായി ദൈവവിശ്വാസികൾ തീരണം. ഈ കാലഘട്ടം നമുക്കറിയാം. ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കളെ ബഹുമാനിക്കാതെ, മാതാപിതാക്കളെ അനുസരിക്കാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ അനേക വൃദ്ധസദനങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട്? മാതാപിതാക്കളെ നോക്കുവാനോ അവരെ സംരക്ഷിക്കുവാനോ ആരുമില്ലാത്ത ഒരു കാലഘട്ടത്തിലായിത്തീരുമ്പോൾ ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ ദൈവകൃപ പ്രാപിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവോട് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർത്തോണം, മാതാപിതാക്കളെ അനുസരിച്ച് ബഹുമാനിച്ച് അവരിൽ കീഴ്പ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളായി നമ്മൾ മാറണം. സദൃശ്യവാക്യത്തിലേക്ക് കടന്നു വരാം. സദൃശ്യവാക്യം, ഈ സദൃശ്യവാക്യം 6-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം ഇപ്രകാരം പറയുന്നു, മകനെ നിന്റെ അപ്പന്റെ കൽപ്പന പ്രമാണിക്കുക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുത്. ഇവിടെ പറഞ്ഞിരിക്കുമ്പോൾ ഈ പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകളോട് ചേർത്ത് പറയാം, ഈ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ നേരായ മാർഗത്തിൽ
തെറ്റുകൾ ചെയ്യാതെ ശരിയായ രീതിയിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് പോകുന്ന മാതാപിതാക്കളെ അനുസരിക്കുന്നവരായി തലമുറകൾ മാറണം. കഴിഞ്ഞ 5-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളവിടെ കണ്ടു, വീഞ്ഞു കുടിച്ച് മത്വരാകരുത്, ദുർനടപ്പ് അത് മുഖാന്തരം ഉണ്ടാകും. ദുർനടപ്പ് കാണിച്ച് ജീവിതയാത്രയിൽ വിശുദ്ധി ഇല്ലാതെ പോകുന്നവരെ അനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി അല്ല അവിടെ പറയുന്നത്. വിശുദ്ധിയോടെ വേർപാടോടുകൂടി ഭക്തി ഉപദേശത്തിൽ പോകുന്ന മാതാപിതാക്കളെ അനുസരിച്ച് പോകണം. അവിടെ ശലോമോൻ പറയാണ്, അപ്പന്റെ കൽപ്പനകളെ പ്രമാണിക്കുക, അമ്മയുടെ ഉപദേശം മറക്കരുത്. മുന്നോട്ട് കടന്നു പോകട്ടെ. 7-ാം അധ്യായത്തിന് 1-ാം വാക്യം, മകനെ എൻ്റെ വചനങ്ങളെ പ്രമാണിച്ചു എൻ്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിക്കുക. അപ്പോൾ ദൈവ പൈതലിന്റെ ജീവിതയാത്രയിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്ന വചനങ്ങളെ അവൻ്റെ ഹൃദയത്തിനകത്തേക്ക് അവനെ ഗ്രഹിക്കുവാനും അത് പ്രമാണിക്കുവാനും കഴിയുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അവന് മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവനും അത് അനുസരിക്കുന്നവനും ആയിത്തീരും. ഇനി 10-ാം അധ്യായം സദൃശ്യവാക്യം 10-ാം അധ്യായത്തിന് 1-ാം വാക്യം, ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു, പോഷനായ മകൻ അമ്മയ്ക്കു വ്യസനഹേതുവാകുന്നു. അപ്പം അനുസരിച്ചു നടക്കുക, ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പന്റെ ജ്ഞാനമുള്ള മകൻ അപ്പന്റെ വാക്കുകൾ കേട്ട് അപ്പന്റെ വാക്കുകൾക്കനുസരിച്ച് ദൈവകൃപയിൽ ജീവിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ഒരു ദൈവസഭയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്ന മാതാപിതാക്കളാൽ ജനിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കുമ്പോൾ അവന്റെ ജീവിതയാത്രയിൽ അത് സന്തോഷമായി തീരും. കാരണം എന്നറിയാമോ, അവന്റെ ജീവിതയാത്രയിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും അവന്റെ ജീവിതയാത്രയിൽ അവന്റെ ജീവിത കഷ്ടങ്ങളും വേദന ഉണ്ടാകുമ്പോഴും അവന് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നത് ജ്ഞാനമുള്ള ഹൃദയം ഉള്ളത് കൊണ്ട്, അപ്പനെ ബഹുമാനിക്കുന്നത് കൊണ്ട്, അനുസരിക്കുന്നതുകൊണ്ട്, അപ്പന്റെ വാക്കുകൾ കേൾക്കുന്നത് കൊണ്ട് അവന് ആ ജീവിതയാത്ര ഏത് പ്രതിസന്ധി കടന്നു വന്നാലും അവനത് പിടിച്ചു നിൽക്കുവാൻ കഴിയും. ആ പോഷനായ മകൻ അമ്മയ്ക്ക് വ്യസനഹേതുവാകും. നമുക്കറിയാം ചരിത്രങ്ങൾ, കാലങ്ങൾ, നമ്മുടെ ന്യൂസ് പേപ്പറുകൾ, സോഷ്യൽ മീഡിയകളൊക്കെ നോക്കുമ്പോൾ അനേക തലമുറകൾ പിതാക്കന്മാർക്ക്, മാതാക്കൾക്ക് വ്യസനഹേതുവാകുമ്പോൾ, എനിക്ക് പ്രിയ സ്നേഹിതരെ, നമ്മുടെ തലമുറകൾ നമുക്ക് സന്തോഷമുള്ളവരാക്കി തീർക്കുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായി തീരണം. ഈ സദൃശവാക്യം 20-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 11-ാം വാക്യം, ബാല്യത്തിലെ ക്രിയകൾ തന്നെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് വെടിപ്പും നേരുള്ളതാകുമോ എന്നറിയാം. ചെറുപ്രായത്തിലെ അവന്റെ ജീവിത രീതി കാണുമ്പോൾ തന്നെ അറിയാം അവൻ ദൈവകൃപയിൽ എത്രമാത്രം മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കി എടുക്കുവാൻ കഴിയും. 23-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൽ 22-ാം വാക്യം, നിന്നെ ജനിപ്പിച്ച അപ്പന്റെ വാക്ക് കേൾക്കുക, നിന്റെ അമ്മ വൃത്തിയായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത്. അപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുകയാണ്, അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്നവരായി ഒരു ദൈവ പൈതൽ മാറണം. കാരണം അപ്പന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് മാത്രമല്ല, അമ്മയ്ക്ക് പ്രായമാകുമ്പോൾ അവിടെ വാക്ക് കേൾക്കുവാനും അമ്മ പറയുന്ന വാക്കുകൾ ശ്രദ്ധയോട് കേൾക്കുന്ന മക്കളായി മാറണം. അമ്മയ്ക്ക് പ്രായമായല്ലോ, എൻ്റെ അത്രയും അറിവില്ലല്ലോ, എൻ്റെ അത്രയും വിദ്യാഭ്യാസവും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുവാൻ വേദപുസ്തകം അനുവദിക്കുന്നില്ല. അവിടെ പറയാണ്, ആ വാക്കുകൾ കേട്ടുകൊണ്ട് അവളെ നിന്ദിക്കാതെ കൂടെ ചേർത്ത് പിടിക്കുന്ന മക്കളായി മാറിയെങ്കിൽ മാത്രമേ ആദ്യം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ആ ദീർഘായുസിലേക്ക്, ദൈവീയ അനുഗ്രഹത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ കഴിയുള്ളൂ. ഈ വേദപുസ്തകത്തിൽ വാക്യം പറഞ്ഞത്, നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക, ദുർദിവസം വരികയും എനിക്ക് ഇഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കും. കാരണം ബഹുമാനത്തോടെ അനുസരണത്തോടെ കടന്നുപോയെങ്കിൽ മാത്രമേ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ആ സൃഷ്ടാവിനെ ഓർത്ത് ജീവിച്ചെങ്കിൽ മാത്രമേ ആ ദൈവീയ പ്രസാദം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുള്ളൂ. ഇനിയും പൗലോസ് പറഞ്ഞു, അനുസരിക്കുന്ന മക്കളായി മാറണം. മാത്രമല്ല ബഹുമാനിക്കുന്ന മക്കളായി മാറണം. മാതാപിതാക്കളെ നാം ബഹുമാനിക്കുന്നവരായി മാറണം. കാരണം തിരിച്ചു സംസാരിക്കാത്ത, ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം തിരിച്ചു സംസാരിക്കാത്ത, മാതാപിതാക്കൾ പറയുന്ന വാക്കുകൾക്ക് തിരിച്ച് അതിന് എതിർ മറുപടി പറയാത്ത, മാത്രമല്ല അവരെ അവഗണിക്കാത്ത, അവരോട് പിറുപിറുക്കാത്ത, നിർദ്ദേശങ്ങളെ അവഗണിക്കാതെ അനാഥരോടോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്ക് വേദന ഉണ്ടാക്കുന്ന വാക്കുകൾ സംസാരിക്കുന്ന മക്കളായി മാറരുത്. അവരെ ബഹുമാനിക്കുന്നവരായി നമ്മൾ മാറണം. നമുക്കറിയാം, ഈ കാലഘട്ടം കടന്നു വന്നപ്പോൾ മാതാപിതാക്കൾക്ക് പ്രായമായി കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്നൊരു വാക്യമുണ്ട്, അല്ലെങ്കിൽ മാതാവും പിതാവിനോട്, അച്ഛനോടോ അമ്മയോടോ പറയാറൊരു വാക്കുണ്ട്, നിങ്ങളിരിക്കെ എനിക്ക് പ്രാപ്തിയായി എൻ്റെ കാര്യം നോക്കുവാൻ നമുക്കറിയാവുന്ന
മാറുമെന്ന് പറയുമ്പോൾ വേദപുസ്തകം പറയുന്നു അങ്ങനെയല്ല. അവരെ ബഹുമാനിച്ച് അവർ പറയുന്ന ജ്ഞാനമുള്ള വാക്കുകൾ കേട്ടുകൊണ്ട് അവരെ അനുസരിച്ച് ഭക്തി ഉപദേശത്തിൽ നീ വളർന്നെങ്കിൽ മാത്രമേ നിനക്ക് ലഭിക്കുന്ന ദൈവീയ അനുഗ്രഹം ലഭിക്കുകയും നിന്റെ ആരാധന ദൈവപ്രസാദം അനുഭവിച്ചെടുക്കുവാനും കഴിയുള്ളെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി മുന്നോട്ട് കടന്നു പോകുമ്പോൾ തീമോഥെയോസ് ലേഖനം 1 തീമോഥെയോസ് ലേഖനം 5-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ 5:4 മുതൽ 8 വരെ വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ നമുക്കറിയാം, വല്ല വിധവയ്ക്കും പുത്രപൗത്രന്മാരുണ്ടെങ്കിലും അവർ മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ചു അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ. ഇത് ദൈവസന്നിധിയിൽ പ്രസാദകരമാകുന്നു. തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞു അവിശ്വാസികളെക്കാൾ ആ ദുഷ്ടകരമായ ജീവൻ നയിക്കുന്നവനായിത്തീരും. താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പനെയും അമ്മയും മാത്രമല്ല, ഗ്രാൻഡ് പേരൻസിനെ കുറിച്ച് കൂടെ പറയണം. അവരെയും കൂടെ കരുതുന്നവരായി നമ്മൾ മാറണം. ഈ പൗലോസ് അപ്പോസ്തലന്റെ ലേഖനത്തിൽ 1-ാം അധ്യായം മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ ആത്മാവിന്റെ നിറവ് പ്രാപിച്ച ഒരു ദൈവവൈതലിനകത്തേക്ക് കടന്നു വരുമ്പോൾ ഈ അഗപ്പെ ലവ് സ്നേഹം കടന്നു വന്നു കഴിഞ്ഞാൽ അവൻ മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരായി തീരും, അവരെ ബഹുമാനിക്കുന്നവരായി തീരും, അവരെ കരുതുന്നവരായി തീരും. അപ്പം അഗപ്പെ ലവ് പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്കുണ്ടെന്ന് പറയും. നമ്മൾ മാതാപിതാക്കളെ വെറുക്കുന്നവരും മാതാപിതാക്കളോട് സ്നേഹമില്ലാത്തവരുമാണെങ്കിൽ നമ്മുടെ അകത്തേക്ക് വ്യാപരിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ യഥാർത്ഥ ആത്മാവല്ലെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞോണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അകത്തേക്ക് വ്യാപരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് കടന്നു വന്നിരിക്കുമ്പോൾ പ്രായമുള്ള മാതാപിതാക്കളെയും കരുതുന്നവരും സ്നേഹിക്കുന്നവരും ആയി മാറുമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി ശലോമോന്റെ ഒരു വാക്കുകൂടി ഞാൻ പറയാം. ശലോമോന്റെ സദൃശ്യവാക്യം 20-ാം അധ്യായത്തിന്റെ 20, ആരെങ്കിലും അപ്പനെയോ അമ്മയോ ദുഷിച്ചാൽ അവന്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. നമ്മൾ ചെറുതെ നിസ്സാരമായി കരുതരുത്. നമ്മുടെ ജീവിതയാത്രയിൽ അപ്പനെയോ അമ്മയോ ദുഷിച്ചാൽ, അവരെ നിന്ദിച്ചാൽ, അവരെ പരിഹസിച്ചാൽ, അവർക്ക് വേണ്ട നന്മകളും അനുഗ്രഹവും കൊടുക്കാതെ അവരെ നോക്കാതിരുന്നാൽ നമ്മുടെ ജീവിതയാത്രയിൽ പ്രതിസന്ധി കടന്നു വരുമ്പോൾ നമ്മൾ അവിടെ അണഞ്ഞു പോകുമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി 30-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ സദൃശ്യവാക്യം 30-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം, അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴുകൻ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-ാം വാക്യം, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. അപ്പനെയും അമ്മയും ബഹുമാനിക്കണമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിന്റെ കൽപ്പനയാണ്. എന്തിന്? നമുക്ക് ലഭിച്ച നന്മ സന്തോഷത്തോടെ അനുഭവിക്കുവാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ഭവനത്തിനകത്തു കാണിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ മാതാപിതാക്കളോട് എങ്ങനെ കാണിക്കുന്നു അത് തന്നെ ഫോളോ ചെയ്യുന്നവരായി നമ്മുടെ തലമുറകൾ മാറിയുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ നടുവിൽ നമുക്ക് മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ തലമുറ വരുമ്പോൾ നമ്മളെ സ്നേഹിക്കണമെന്ന് നമുക്കൊരിക്കലും പറയുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് മോശ പറഞ്ഞിരിക്കുന്നത്, നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്നവനായി തീരണം. ഈ ലേവ്യ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 19-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, നിങ്ങൾ ഓരോരുത്തരും താൻ്റെ അമ്മയും അപ്പനെയും ഭയപ്പെടണം. അടുത്തൊരു വാക്യം ലേവ്യ പുസ്തകത്തിന്റെ 19-ാം അധ്യായത്തിന് 32-ാം വാക്യം നമുക്കെല്ലാവർക്കും ബാധകമാണ്. നരച്ചവന്റെ മുൻപാകെ എഴുന്നേൽക്കുകയും വൃദ്ധന്റെ മുഖം ബഹുമാനിക്കുകയും നിന്റെ ദൈവത്തെ ഭയപ്പെടുകയും വേണം എന്ന് ഞാൻ യഹോവയാകുന്നു. അപ്പോൾ ബഹുമാനം എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളെക്കാൾ ശ്രേഷ്ഠതയില്ലാത്തവർ, നമ്മളെക്കാൾ വിദ്യാഭ്യാസം ഇല്ലാത്തവർ, അപ്പനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ സഹവിശ്വാസികളായിരുന്നോട്ടെ നമ്മുടെ സമൂഹത്തിലുള്ള വ്യക്തികളായിരുന്നോട്ടെ, അവിടെ പറഞ്ഞിരിക്കുകയാണ് നരച്ചവന്റെ മുൻപാകെ എഴുന്നേൽക്കുകയും ചെയ്യണം, വൃദ്ധന്റെ മുഖം ബഹുമാനിക്കുകയും നിന്റെ ദൈവത്തെ ഭയപ്പെടുകയും വേണം. ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിക്ക്, ദൈവസന്നിധിയിൽ മുഴങ്കാലും അടക്കി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് അവിടെ മോശ പറയുകയാണ്, നീ ദൈവസന്നിധി കടന്നു വരുമ്പോൾ നരച്ചവന്റെ മുൻപാകെ എഴുന്നേറ്റ് നിൽക്കുന്നവനായി തീരണം. നരച്ചവൻ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവസഭയിലേക്ക് നീ ഇരിക്കുന്നിടത്ത് കടന്നു വരുമ്പോൾ അവനെ എഴുന്നേറ്റ് ബഹുമാനിക്കുന്നവനായി തീരണം. എന്നേക്കാൾ യോഗ്യത കുറഞ്ഞവനാണ്, എന്നേക്കാൾ വിദ്യാഭ്യാസം ഇല്ലാത്തവനാണ്, എന്നേക്കാൾ പണശ്രേഷ്ഠ ഇല്ലാത്തവനാണ്, എന്നേക്കാൾ ഒരു യോഗ്യതയും ഇല്ലെന്ന് വിചാരിച്ച് അവന് മുൻപിൽ അവനെ പേര് വിളിച്ച് നമ്മൾ പലപ്പോഴും ബഹുമാനിക്കാതിരിക്കുമ്പോൾ ഇവിടെ വിശുദ്ധ വേദപുസ്തകം പറയാണ്, നരച്ചവന്റെ മുൻപിൽ എഴുന്നേറ്റ് നിന്ന് നിന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയണമെങ്കിൽ, ദൈവത്തെ നിനക്ക് അനുസരിക്കുവാൻ കഴിയണമെങ്കിൽ, അത് ബഹുമാനിക്കണമെന്ന് നിന്റെ വാക്കുകൾ കൊണ്ട് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം,
നമ്മളെക്കാൾ പ്രായമുള്ളവരെ കാണുമ്പോൾ എഴുന്നേൽക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യണം. പണ്ടൊരു കാലഘട്ടത്തിൽ, നമ്മുടെയൊക്കെ പിതാക്കന്മാരുടെ കാലഘട്ടമല്ലേ, നമ്മുടെയൊക്കെ ചെറിയ കാലഘട്ടത്തിൽ വീട്ടിനകത്തേക്ക് ആരെങ്കിലും പ്രായമുള്ളവർ കടന്നു വരുമ്പോൾ കുഞ്ഞുങ്ങളൊന്നും മുന്നിൽ കടന്നു വരാത്ത ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ബഹുമാനാർത്ഥം മാറി നിൽക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇന്ന് കാലഘട്ടങ്ങൾ മാറി വരുമ്പോൾ ആ കാലഘട്ടം മാറി പ്രായമുള്ളവർ എത്ര പ്രായമുള്ള കയറി വന്നാലും പല കുഞ്ഞുങ്ങളും എഴുന്നേക്കാത്തവരായി കാണുന്ന ഒരു ആത്മീയ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ദിവസം ഒരിടത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ കടന്നുപോയപ്പോൾ അവിടെ ഈ കാർട്ടൂൺ വെച്ചിട്ട് ഇരിക്കുന്ന ഒരു ആ കുഞ്ഞുങ്ങൾ പാസ്റ്റർ വന്നിട്ടും അവിടെ പ്രാർത്ഥിക്കാൻ കടന്നു വന്നൊരു ആര് വന്നിട്ടും എഴുന്നേക്കാതെ മാറി നിൽക്കുന്നു. അവരെഴുന്നേക്കത്തില്ല. കാരണം ബഹുമാനം തുടങ്ങേണ്ടത് കുടുംബത്തിന് അകത്തുനിന്നാണ്. അത് പഠിപ്പിക്കേണ്ടത് മാതാപിതാക്കളാണ്. ഞാൻ മുന്നേ ആവർത്തന പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 27-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, അപ്പനെയോ അമ്മയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, ജനമെല്ലാം ആമേൻ എന്ന് പറയണം. ആമേൻ എന്ന് ആവർത്തന പുസ്തകത്തിലെ വാക്യമാണ്. അപ്പനെയും അമ്മയും നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന വേദപുസ്തകത്തിൽ പറയുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയ സ്നേഹിതരെ, ഞാനും നിങ്ങളും നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരും മാതാപിതാക്കളെ കരുതുന്നവരും നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവരോട് ബഹുമാനം കാണിക്കുന്നവരും നമ്മുടെ ജീവിതയാത്രയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോട് പറഞ്ഞ് അവരുടെ അനുവാദം മേടിച്ച് ജ്ഞാനമുള്ള അഭിപ്രായം തേടേണ്ട ദൈവജനമായി നമ്മൾ മാറണം. നമുക്കറിവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, നമുക്ക് ശ്രേഷ്ഠതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, എൻ്റെ കഴിവുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളെ മാറ്റി നിർത്തുവാൻ വേദപുസ്തകം പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഈ കുഞ്ഞുങ്ങളെ നമ്മൾ ശിക്ഷണത്തിൽ വളർത്തുമ്പോൾ, മാതാപിതാക്കൾ വളർത്തുമ്പോൾ, അവരുടെ ജീവിതയാത്രയിൽ എന്താണ് അവരുടെ ജീവിതയാത്ര പ്രശ്നമെന്ന് കണ്ടുപിടിക്കുന്ന മാതാപിതാക്കളായി നമ്മൾ മാറണം. അവർ നമ്മളെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ അവരോടുള്ള ഒരു കൂട്ടായ്മ കാണിക്കുന്ന മാതാപിതാക്കളായി നമ്മൾ മാറണം. കാരണം അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്നവരായി തീരണം. അപ്പൊ കുഞ്ഞുങ്ങളോട് നാമും അവരുടെ ജീവിതയാത്രയ്ക്ക് ആവശ്യമായ എല്ലാം ഒരുക്കി കൊടുക്കുന്നവരായി നമ്മൾ മാറണമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ ആ ഭാഗം ഞാൻ അവിടെ നിർത്തി മുന്നോട്ട് പോവുകയാണ്. ഇനി മാതാപിതാക്കളോടുള്ള പൗലോസ് അപ്പോസ്തലന്റെ ഉപദേശമാണ്, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർച്ചയുണ്ടാകും. ഇനി മാതാപിതാക്കളോട് പറയാണ്, അവരെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ പത്യോപദേശത്തിൽ അനുസരണയിൽ അവരെ ബാലശിക്ഷ കൊടുത്ത് അവരെ വളർത്തുന്നവരായി തീരണം. അവിടെ പറഞ്ഞിരിക്കുന്നത് അവരെ കോപിപ്പിക്കാതെ നമ്മൾ വളർത്തുന്നവരായി തീരണം. കുഞ്ഞുങ്ങളെ കോപിപ്പിക്കരുത്. കാരണം കുഞ്ഞുങ്ങളുടെ ജീവിതയാത്രയിൽ അവർ ഹൃദയത്തിനകത്തേക്ക് നമ്മളൊരു ഭീകരജീവിയാണെന്ന് നമ്മൾ കാണിച്ചു കൊടുത്താൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പിന്നെ നമ്മോടൊരു കാര്യവും വന്നു പറയാത്തവരായി മാറും. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് സ്നേഹം കാണിക്കുന്ന, കരുതൽ കാണിക്കുന്ന മാതാപിതാക്കളായി നമ്മൾ മാറണം. ഈ ഉപദേശം കൊടുക്കുന്ന മാതാപിതാക്കളായി നമ്മൾ മാറണം. നമ്മൾ അനുസരണത്തോടെ ബഹുമാനത്തോടെ ബാലശിക്ഷ കഴിക്കുമ്പോൾ, ബാലശിക്ഷ കൊടുത്ത് അടി കൊടുത്ത് വളർത്തുന്ന മാതാപിതാക്കൾ, ആ അടിയോടുകൂടി തന്നെ അവർക്ക് പദ്യ ഉപദേശം ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും മാതാപിതാക്കൾ പറഞ്ഞ് വളർത്തുന്നവരായി തീരണം. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെട്ടു പോകാതെ അവരോട് കോപിക്കരുത്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും ചെന്നിട്ട് അവർ ഭയം ഉണ്ടാകാതിരിക്കണമെങ്കിൽ, നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ടല്ലോ, മാതാപിതാക്കളെ പേടി സ്വപ്നമായി നിൽക്കുന്ന അനേക കുഞ്ഞുങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അധൈര്യപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങളാകാതെ അവരെ സ്നേഹവാത്സല്യത്തിൽ ചേർത്ത് പിടിക്കുന്ന മാതാപിതാക്കളായി നമ്മൾ മാറണം. നമുക്ക് ലാളിത്യം അവർക്ക് കൊടുക്കുമ്പോൾ തന്നെ ആ കുട്ടിയെ ലാളിത്യത്തോടെ ഉത്തരവാദിത്വത്തോടുകൂടി ചേർത്ത് പിടിക്കുന്ന മാതാപിതാക്കളായി നമ്മൾ മാറണമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇനി സദൃശ്യവാക്യത്തിലേക്ക് വീണ്ടും കടന്നു വരാം. സദൃശ്യവാക്യം 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരികയാണ്. മാതാപിതാക്കൾ എങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തണം. അവിടാണ് 13-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. സദൃശ്യവാക്യം 13-24. വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു. അപ്പൊ മാതാപിതാക്കളോട് ഈ ജ്ഞാനിയായ ശലോമോൻ പറയാണ്, വടി ഉപയോഗിക്കാത്തവനാണെങ്കിൽ
നമ്മുടെ മക്കളെ നമ്മൾ പകയ്ക്കുന്നവരായി തീരുക, അവരെ വെറുക്കുന്നവരായി തീരുക. അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിച്ചു വളർത്തും. പലപ്പോഴും നമുക്ക് പറ്റിപ്പോയ പരാജയം എന്തെന്നറിയാമോ? നമുക്ക് ലഭിക്കാത്ത സ്വാതന്ത്ര്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുകൊണ്ട്. ഒരു പക്ഷേ നമ്മുടെ ജീവിതയാത്രയെ നമ്മുടെ പേരൻസ് വടി കൊണ്ടടിച്ചും നല്ല ഭക്തി ഉപദേശത്തിലും നമ്മളെ പേടിപ്പിച്ചും ജീവിതയാത്രയിൽ നമ്മളെ അനുസരണത്തോടെ വളർത്തിയത് കൊണ്ടാണ് ഈ വേദപുസ്തകം പിടിച്ച് ഈ സഭായോഗത്തിൽ ഈ രാത്രി നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. നമ്മളെ വളർത്തിയപ്പോൾ, നമ്മുടെ കാലഘട്ടം, നമ്മുടെ ജനറേഷൻ വന്നപ്പോൾ നമ്മുടെ ചിന്താഗതി, എൻ്റെ കുഞ്ഞിന് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ അവനെ വളർത്തുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം: ചെറുപ്പത്തിലെ ബാലശിക്ഷ കൊടുക്കാതെ വളർത്തിക്കഴിഞ്ഞാൽ അവൻ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയതിനു ശേഷം നമ്മൾ എത്ര ഉപവസിച്ചാലും പ്രാർത്ഥിച്ചാലും കാര്യമില്ലെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞോണം. അതുകൊണ്ട് ശലോമോൻ പറയാണ്, വടി ഉപയോഗിക്കാത്ത അപ്പൻ തൻ്റെ മകനെ പകയ്ക്കുന്നു. അവനെ സ്നേഹിക്കുന്നുവെങ്കിൽ, അവനെ നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിലെ അവന് ബാലശിക്ഷ നമ്മൾ കൊടുത്ത് അവനെ ശിക്ഷിച്ച് വളർത്തുമെന്ന് ശലോമോൻ പറയുകയാണ്. മാത്രമല്ല 19-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ വാക്യമുണ്ട്: പ്രത്യാശ ഉള്ളിടത്തോളം നിന്റെ മകനെ ശിക്ഷിക്കുക, എങ്കിലും അവനെ കൊല്ലുവാൻ തക്കവണ്ണം ഭാവിക്കരുത്. പലരുടെയും ശിക്ഷ കണ്ടാൽ മൃഗീയമായ ശിക്ഷ കൊടുക്കുന്ന മാതാപിതാക്കളെ നമുക്കറിയാം. പക്ഷെ ശലോമോൻ പറയാണ്, നിന്റെ പ്രത്യാശ ഉള്ളിടത്തോളം നിന്റെ മകനെ ശിക്ഷിക്കണം, പക്ഷേ അവനെ കൊല്ലുവാൻ തക്കവണ്ണം അല്ല ശിക്ഷിക്കേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളെ അടിക്കുമ്പോൾ വടിയെടുത്ത് അടിക്കുക എന്നുള്ളത്, ശിക്ഷ കൊടുക്കേണ്ടത് നല്ല കാര്യമാണ്. ഒരു വീട്ടിൽ ഇവിടിരിക്കുന്നവർക്കറിയാം, ഒരു വീട്ടിൽ കടന്നു പോയപ്പോൾ ഒരു വടി കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ആ വടിയുടെ സൈസും ആ വടിയുടെ ആ രൂപമൊക്കെ കണ്ടപ്പോൾ വന്നവരെല്ലാം പറഞ്ഞു, ദൈവത്തെ ഓർത്ത് ആ വടി കൊണ്ട് ആ കുഞ്ഞിനെ അടിക്കരുതേ എന്ന് പറഞ്ഞു. കാരണം അത്രമാത്രം വണ്ണമുള്ള വടി കണ്ടിട്ട് നമ്മൾ ഭയപ്പെടാറുണ്ട്. പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്ന ശലോമോൻ പറയുകയാണ്, കൊല്ലുവാൻ തക്കവണ്ണം കുഞ്ഞുങ്ങളെ ശിക്ഷിക്കരുത്. കാരണം അനുസരണത്തോട് നമ്മൾ വളർത്തുമ്പോൾ ശിക്ഷ കൊടുക്കേണ്ടതായിട്ട് വന്നേക്കാം, പക്ഷേ അത് മൃഗീയമായി പോകരുത്. ആ കുഞ്ഞുങ്ങൾ ഒരു കാലത്തും നമ്മളെ അനുസരിക്കുന്ന കുഞ്ഞുങ്ങളായി മാറത്തില്ല എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇനി കുഞ്ഞുങ്ങളെ എന്തിനാ ശിക്ഷിക്കുന്നതെന്ന് അറിയാമോ? സദൃശ്യവാക്യം തന്നെ 22-ാം അധ്യായം 15-ാം വാക്യം: ബാലന്റെ ഹൃദയത്തിൽ ഭോഷത്വം പറ്റിയിരിക്കുന്നു, ശിക്ഷയ്ക്കുള്ള വടി അതിനെ അവനിൽ നിന്നും അകറ്റി നിർത്തും. അപ്പോൾ ശിക്ഷിക്കുന്നത്, അവനെ അനുസരണത്തിന്റെ വാക്കുകൾ പറയുന്നത്, അവനോട് പദ്യ ഉപദേശം നൽകി കൊടുക്കുന്നത്, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനാവശ്യമായ മാർഗനിർദ്ദേശം നൽകി കൊടുക്കുന്നത് ബാലന്റെ ഹൃദയത്തിൽ, ടീനേജേഴ്സ്, അവന്റെ ഹൃദയത്തിനകത്ത് എപ്പോഴും പാപത്തിന്റെ ഒരു ശക്തി ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഭോഷത്വം പ്രവർത്തിക്കുവാൻ വേണ്ടി, പാപം ചെയ്യുവാൻ വേണ്ടി അവന്റെ ഹൃദയം ഇങ്ങനെ വെമ്പല് കൊള്ളുന്നത് കൊണ്ട് അവനെ ശിക്ഷിച്ച് വടി അതിനെ അവനിൽ നിന്ന് അകറ്റി നിർത്തും. ആ ബഹുമാനം അവന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ആ അനുസരണം അവന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ആ കുറ്റബോധം അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവനെ അതിൽ നിന്ന് അകറ്റി നേരായ മാർഗത്തിലേക്ക് അവനെ നടത്തുവാൻ കഴിയും. അത് നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് മാറിപ്പോകുമെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇനി സദൃശ്യവാക്യം 23-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ മുമ്പ് ഓർപ്പിച്ച വാക്യത്തിന്റെ ബാലൻസ് 13-ാം വാക്യം: ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്, വടി കൊണ്ടടിച്ചാൽ അവൻ ചത്തുപോകുകയില്ലല്ലോ. അപ്പോൾ മൃഗീയമായ കയ്യിൽ കിട്ടുന്നത് എല്ലായിടത്തല്ല അടിക്കേണ്ടത്. പലപ്പോഴും നമ്മുടെ മാതാപിതാക്കൾക്ക്, പ്രത്യേകിച്ച് സഹോദരിമാർക്കൊക്കെ, എന്തെങ്കിലും കയ്യിൽ കിട്ടുന്നത് എടുത്തങ്ങ് അടിക്കുക. നമ്മുടെ കിച്ചണിനകത്ത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുക്കറാണ് കയ്യിലിരിക്കുന്നെങ്കിൽ അതുകൊണ്ട് ചെന്ന് കുഞ്ഞുങ്ങളെ അടിക്കുന്ന മാതാപിതാക്കളുണ്ട്. തൂത്തുകൊണ്ടിരിക്കും ചൂലാണ് കയ്യിലിരിക്കുന്നത്, അതുകൊണ്ട് എറിയുന്ന മാതാപിതാക്കളുണ്ട്. ചെരുപ്പ് കൊണ്ട് എറിയുന്ന മാതാപിതാക്കളുണ്ട്. അങ്ങനെ എറിയരുത്. വടി കൊണ്ടടിച്ച് ശിക്ഷിച്ച് വളർത്തുന്നവരായി തീരണം. വടി കൊണ്ടടിച്ച് ശിക്ഷിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടായിരുന്നെങ്കിൽ അവരുടെ സ്റ്റോറികളൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ ശിക്ഷ കൊടുക്കാതിരിക്കരുത്, വടി കൊണ്ടടിച്ചാൽ അവൻ ചത്തുപോകുകയില്ല. അപ്പോൾ ഒരു കുഞ്ഞിനെ ശിക്ഷിക്കേണ്ടതിൻ്റെ ഏറ്റവും വലിയ കാര്യം അവനെ വടി കൊണ്ട് അടിക്കണമെന്ന്. എൻ്റെ പിതാവ് എന്നെ അടിച്ചുകൊണ്ടിരുന്നത്, നാളെ എൻ്റെ പിതാവ് വരും, നിങ്ങൾ ചോദിച്ചാൽ മതി. എൻ്റെ പിതാവ് എന്നെ അടിച്ചുകൊണ്ടിരുന്നത് എങ്ങനെ അറിയോ? ഞാൻ ഏക മകനാണ്, നല്ല അടി തരുമായിരുന്നു. എങ്ങനെ അടിക്കുന്നത് വെച്ചാൽ, ഒരു സൈക്കോളജിക്കൽ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു എൻ്റെ പിതാവിൻ്റെ. ഞാൻ സൈക്കോളജി പഠിച്ചപ്പോൾ അതെനിക്ക് മനസ്സിലായതും. എൻ്റെ പിതാവ് എന്നോട് പറയും, വഴക്കുണ്ടാക്കി അല്ലെങ്കിൽ എന്തെങ്കിലും കുസൃതി കാണിച്ചു കഴിയുമ്പോൾ എൻ്റെ പിതാവിൻ്റെ വാക്കത്തി എടുത്തിട്ട് പറയും, വടി വെട്ടിക്കൊണ്ട് വരാൻ പറയും. വടി ഞാൻ തന്നെ വെട്ടിക്കൊണ്ട് വരണം. അപ്പോൾ ഞാൻ വടി വെട്ടാൻ പോകുമ്പോൾ എന്ത് ചെയ്യും? ഏറ്റവും ചെറുത്
മാന്യമായിട്ടുള്ളത് ഞാൻ വെട്ടിക്കൊണ്ട് വരത്തുള്ളൂ. അപ്പോൾ ഈ വടി വെട്ടാൻ പോകുന്നത് സ്പീഡിൽ പോയി ഓടിയൊന്നും വെട്ടിക്കൊണ്ടൊന്നും വരത്തില്ല. നമ്മൾ ചെറിയ സാവധാനത്തിൽ സമയമെടുത്ത് ഒക്കെ വെട്ടത്തുള്ളൂ. ആ വെട്ടിക്കൊണ്ട് വരുമ്പോൾ തന്നെ ഈ കോപം അങ്ങ് ശമിക്കും. പിന്നെ ഒന്നോ രണ്ടോ അടി തന്നിട്ട് കയറ്റിവിടും. അപ്പോൾ പറഞ്ഞതിൻ്റെ ആശയം, നമ്മുടെ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കേണ്ടതിന് ഒരു രീതിയുണ്ട്. പല കുടുംബങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ മൃഗീയമായി ഉപദ്രവിക്കുന്ന, കുഞ്ഞുങ്ങളോടൊരു വാത്സല്യം കാണാത്ത മാതാപിതാക്കളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പലരുടെയും കോപമുഖാന്തരമായി അനേക കുഞ്ഞുങ്ങൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലർക്കും അത് അറിയാവുന്നതാണ്. റാന്നിയിലൊരു കുഞ്ഞിനെ ഒരു മാതാവ് പിടിച്ചൊരു ദേഷ്യപ്പെട്ട് തെള്ളി കട്ടളക്കാലെ തലയടിച്ചു. ഓൺ ദ സ്പോട്ടിൽ കുഞ്ഞ് മരിച്ചുപോയി. എൻ്റെ പ്രിയ സ്നേഹിതരെ, നമ്മുടെ കുഞ്ഞുങ്ങളോട് നമുക്ക് അകത്ത് കോപമുണ്ടാകുമ്പോൾ ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങൾ മേൽ അത് പ്രവർത്തിക്കരുത്. അത് ഒരു പക്ഷേ നമുക്ക് ശാപമായി, അത് നമുക്ക് തീരാ ദുഃഖമായി മാറുമെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. വടി കൊണ്ട് ശിക്ഷിക്കുന്നവരായി നമ്മൾ മാറണം. കാരണം വടി കൊണ്ട് ശിക്ഷിച്ചാൽ അവൻ ചത്തുപോകത്തില്ല എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ഇനിയും ഈ സദൃശ്യവാക്യം തന്നെ 29-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു, തന്നിഷ്ടത്തിന് വിട്ടിരിക്കുന്ന ബാലനോ അമ്മയ്ക്ക് ലജ്ജ ആകുന്നു. അപ്പോൾ മുമ്പേ ഓർപ്പിച്ചതുപോലെ വടി കൊടുത്ത് അവൻ്റെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ അവളുടെ ഇഷ്ടത്തിനല്ല കുഞ്ഞിനെ വളർത്തേണ്ടത്. ദൈവോപദേശത്തിൽ വളർത്തിക്കഴിഞ്ഞാൽ തന്നിഷ്ടത്തിന്, അവരുടെ ഇഷ്ടത്തിന് നമ്മൾ വിട്ടുകഴിഞ്ഞാൽ അവർ അമ്മയ്ക്ക് ലജ്ജ വരുത്തുന്നവരായി തീരും. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ നമുക്ക് ലഭിക്കാത്തൊരു സ്വാതന്ത്ര്യം നമ്മുടെ കുഞ്ഞുങ്ങളിലെ കൊടുത്ത് അവർ സ്വാതന്ത്ര്യത്തോടെ എൻജോയ്മെന്റ് ചെയ്ത് നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, അവർ കൈവിട്ടു പോയതിനു ശേഷം, നമുക്കത് ലജ്ജയായതിനു ശേഷം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് അത് അപമാനമായതിനു ശേഷം നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും അതിന് മറുപടി ലഭിക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങൾ ഒരു കാര്യം ഓർത്തോണം, ആ അവസ്ഥയിലേക്ക് നിങ്ങൾ വന്നതിന് ശേഷം മാത്രമേ അമ്മയുടെയും അപ്പന്റെയും വേദന നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുള്ളൂ. അവിടെ പറയുകയാണ്, വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു, തന്നിഷ്ടത്തിന് വിട്ടിരിക്കുന്ന ബാലനോ അമ്മയ്ക്ക് ലജ്ജയാകുന്നു. ഇനിയും 1 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു കുടുംബത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, അവന്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്നു അകൃത്യം അവൻ അറിഞ്ഞിട്ടും അവരെ ശാസിച്ച് അമർത്തിയാകൊണ്ട് ഞാൻ അവനെ ഭവനത്തിൽ എന്നേക്കും ശിക്ഷ വിധിക്കും. നമുക്കറിയാം, ഏലി പുരോഹിതനെ കുറിച്ചാണ് പറഞ്ഞത്. മക്കളുടെ കാര്യത്തിൽ ദൈവദൂഷണം പറഞ്ഞു നടക്കുന്ന മക്കളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും പുരോഹിതൻ അവനെ ശാസിക്കാത്തത് കൊണ്ട് അവന്റെ കുടുംബത്തിനകത്തേക്ക് ശിക്ഷ വിധിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് അവിടെ എഴുതി വച്ചിരിക്കുകയാണ്. എന്നെ പ്രിയ സ്നേഹിതരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ തിരുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. നമ്മൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരെ ആ തെറ്റിന് പ്രോത്സാഹിപ്പിച്ച് ആ തെറ്റിന് കൂട്ടുനിൽക്കുന്നവരായി നമ്മൾ മാറരുത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് സമ്മതിപ്പിക്കുകയും ആ തെറ്റിനെ അവരെ ചൂണ്ടിക്കാണിച്ച് അവരെ പദ്യോപദേശം നടത്തുവാൻ കഴിയും. ഏലി പുരോഹിതന് പറ്റിപ്പോയത് ദൈവദൂഷണം പറഞ്ഞടക്കുന്ന മക്കളെ തിരുത്തുവാൻ കഴിയാതെ നടന്നുകൊണ്ട് ദൈവത്തിന്റെ ശിക്ഷാവധി കുടുംബത്തിനകത്തേക്ക് കടന്നു വരുവാൻ കഴിഞ്ഞു. എന്നെ പ്രിയ സ്നേഹിതരെ, ഈ കാലഘട്ടം നമ്മുടെ പല കുഞ്ഞുങ്ങളും പറയുമ്പോൾ ആത്മീയ ലോകത്തിൽ പേര് പറയുന്നവരുടെ പല കുഞ്ഞുങ്ങളും ലോകത്തിന്റെ ലൗക്യമാർഗങ്ങൾ നടന്നിട്ട് അവർ തെറ്റ് ചെയ്തെന്ന് ലോകം കണ്ടുപിടിച്ച് മാതാപിതാക്കളുടെ മുൻപിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർ മാതാപിതാക്കൾ പറയുന്നത് എന്റെ മോൻ തെറ്റ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് അവരെ ന്യായീകരിച്ച് കൂട്ടുപിടിക്കുമ്പോൾ അവർ കുടുംബത്തിനകത്തേക്ക് ന്യായവിധി വന്നതിന് ശേഷം അവർ പ്രാർത്ഥിച്ചിട്ടോ ഉപവസിച്ചിട്ടോ കാര്യമില്ല. തെറ്റ് കണ്ടാൽ അത് ആര് പറഞ്ഞാലും അത് അംഗീകരിച്ച് മക്കളെ പിടിച്ചു നിർത്തി ഉപദേശിച്ച് പ്രാർത്ഥിച്ച് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ വളർത്തുന്ന മാതാപിതാക്കളായി നമ്മൾ മാറണം. ഇനിയും കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിനകത്ത് ഈ ജീവിതയാത്രയിൽ അവരെ ശിക്ഷിക്കുമ്പോൾ ഒരുപക്ഷെ അവർക്ക് വേദനയും അവർക്ക് പൊരുത്തക്കേടൊക്കെ തോന്നിയെങ്കിലും അത് സാരമില്ല. കാരണം അവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 22-ാം അധ്യായത്തിന്റെ 52-ാം വാക്യത്തിലേക്ക് നമുക്ക് താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ, ആഹാബിന്റെ മകനായ അഹസ്യാവ് യഹൂദ രാജാവായിരുന്ന യഹോശഫാത്തിന്റെ 17-ാം ആണ്ടിൽ ശമരിയിൽ ഇസ്രായേൽ രാജാവായി ഇസ്രായേൽ 2 സംവത്സരം വാണു. അവൻ അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുണ്ട്, അവൻ തൻ്റെ അപ്പൻ്റെ വഴിയിലും അമ്മയുടെ വഴിയിലും ഇസ്രയേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബോത്താന്റെ മകനായ യെരോബിയാമിന്റെ വഴിയിലും നടന്നു യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു.
അവൻ ബാലിനെ സേവിച്ചു നമസ്കരിച്ചു, തൻ്റെ അപ്പൻ ചെയ്തതുപോലെയൊക്കെയും ഇസ്രായേൽ ദൈവമായ യഹോവയെ കോപിപ്പിച്ചു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു അപ്പനും അല്ലെങ്കിൽ ആ കുടുംബം ചെയ്തതുപോലെ തലമുറ മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ ഫോളോ ചെയ്തു. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർത്തോണം, നമ്മൾ കുടുംബത്തിനകത്ത് എന്ത് കാണിക്കുന്നോ അതാണ് തലമുറ പിന്നീട് ഫോളോ ചെയ്യുന്നത്. നമ്മൾ കുടുംബത്തിനകത്ത് ദൈവീയ കാര്യങ്ങൾ സംസാരിക്കുകയും ആത്മീയ കാര്യങ്ങളുടെ കാഴ്ചപ്പാട് നടക്കുകയും സുവിശേഷ വേലയുടെ ഭാഗമായി തീരുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ തലമുറയും അതേ പാത തന്നെ പിന്തുടരും. മാത്രമല്ല, നമ്മൾ സഭായോഗം കഴിഞ്ഞിട്ട് വീട്ടിനകത്ത് കടന്നു പോയിട്ട് അന്നത്തെ പ്രസംഗത്തെക്കുറിച്ചും അന്നത്തെ പാസ്റ്റർ ലീഡിങ്ങിനെ കുറിച്ചോ സഭയിലെ വിശ്വാസികളെ കുറിച്ചോ കുറ്റം പറയുന്നവരും കുറവ് പറഞ്ഞ് നടക്കുന്നവരുമാണെങ്കിൽ നമ്മുടെ തലമുറയും അതുപോലെ ചെയ്യും. ഒരു കാര്യം നിങ്ങളോട് പറയാം, ഈ നമ്മുടെ സഭായോഗത്തിന് വരുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ മനസ്സ് നിഷ്കളങ്കമായ മനസ്സാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ മനസ്സ് നിഷ്കളങ്കമായ മനസ്സാണ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മളെക്കുറിച്ച് തലേദിവസം രാത്രിയിൽ അവർ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ആ വീട്ടുകാർ സംസാരിച്ചിട്ടുണ്ടെങ്കിലും കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കി അറിയാൻ പറ്റും. നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. നമ്മളെക്കുറിച്ചാണ് കഴിഞ്ഞ രാത്രിയിൽ ആ കുടുംബം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് അല്ലെങ്കിൽ നോക്കി അല്ലെങ്കിൽ ഒന്ന് അടുത്ത ദിവസങ്ങൾ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ, നമ്മുടെ സഭയിൽ ആരും അങ്ങനെ ചെയ്യുമെന്നല്ല ഞാൻ പറഞ്ഞത്, കുഞ്ഞുങ്ങളുടെ മുഖത്ത് അത് പ്രതിലപിക്കാൻ വരും. അവർ കൈതരാൻ മടിയുള്ളവരായി തീരും. കാരണം നമ്മളെക്കുറിച്ചുള്ള കുറ്റം കേൾക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ അകത്തേക്ക് ഒരു കുത്തലുണ്ടാകും. എൻ്റെ പ്രിയ സ്നേഹിതരെ, ദയവ് ചെയ്ത് നമ്മുടെ സഭയിൽ ഒരു വ്യക്തിയുടെ കുറ്റമോ കുറവോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ വെച്ച് പറയുവാൻ അനുവദിക്കരുത്. കാരണം അവരെ വീണ്ടും വീണ്ടും ആത്മീയതയിൽ നിന്ന് നമ്മൾ പുറകോട്ട് തള്ളിക്കളയുന്നവരായി മാറും. ഈ കാലഘട്ടം എന്ന് പറയുന്നത് തലമുറകൾ നഷ്ടപ്പെട്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ആ തലമുറയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുവാൻ അനുവദിക്കരുത്. ഇവിടെ അപ്പൻ്റെ വഴിയിൽ നടന്ന ഒരു രാജാവിനെ കുറിച്ചാണ് പറഞ്ഞത്. 2 ദിനവൃത്താന്ത പുസ്തകം 22-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. അവിടെ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 42 വയസ്സായിരുന്നു. അവൻ 1 സംവത്സരം യെരൂശലേമിനുമാണ്. ഈ സെയിം രാജാവിനെ കുറിച്ച് പറഞ്ഞത്. അവൻ്റെ അമ്മയ്ക്ക് അതില്യ എന്ന് പേർ. അവൾ ഉമ്രയുടെ മകളായിരുന്നു. അവന് അഹാബ് ഗൃഹത്തിന്റെ വഴിയിൽ നടന്നു ദുഷ്ടത പ്രവർത്തിപ്പാൻ അവൻ്റെ അമ്മ അവന് ആലോചനക്കാരത്തിയായിരുന്നു. ഒരുത്തൻ ദുഷ്ടത പ്രവർത്തിക്കാൻ വേണ്ടി ആരാണ് കൂട്ടുനിന്നത്? അവൻ്റെ അമ്മ അവന് ആലോചനക്കാരത്തി ആയിരുന്നു. എനിക്കൊക്കെ പ്രിയ സ്നേഹിതരെ, ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മാതൃകയായി തീരണം. നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവരായി തീരണം. നല്ല പത്തി ഉപദേശത്തിൽ അവൾ വളർത്തുന്നവരായി തീരണം. ഇവിടെ രാജ്യത്തെ ഭരിക്കുന്ന ഒരു രാജാവിന് അമ്മ ദുഷ്ടകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ആലോചനക്കാരത്തിയായിരുന്നു. അവൻ്റെ ഭരണത്തെ നശിപ്പിച്ച് അവനെ ദൈവത്തെ നഷ്ടപ്പെടുത്തി ആ രാജ്യത്തെ ദൈവ ഇല്ലാത്തവരായി മാറ്റിയെങ്കിലും നിനക്ക് പ്രിയ സ്നേഹിതരെ, നമ്മൾ അങ്ങനെ ആകരുത്. ആലോചനക്കാരത്തി നമ്മളാകുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആലോചന പറഞ്ഞു കൊടുക്കുമ്പോൾ, നല്ല കാര്യം പറഞ്ഞു കൊടുത്ത് തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ ശാസിച്ച് നേരായ പാതയിൽ നമ്മൾ നടത്തുന്നവരായി നമ്മൾ മാറണം. എങ്കിൽ മാത്രമേ ക്രിസ്ത്യ ജീവിതം ധന്യമായി തീരുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, തങ്ങളുടെ ഹൃദയത്തിന്റെ ശാഠ്യം തങ്ങളുടെ പിതാക്കൻ തങ്ങളെ അഭ്യസിച്ച ബാൽ വിഗ്രഹത്തെയും അനുസരിച്ചു നടന്നു. ആര്? ഇതിനെ സേവിച്ചു നടന്നവർ, അമ്മയുടെ ആലോചന കേട്ടവർ, അപ്പന്റെ ആലോചന നടന്നവർ, അപ്പന്റെ വഴിയെ പോയവർ, അവരെല്ലാം ബാൽ വിഗ്രഹങ്ങളെ അനുസരിച്ചു നടക്കുന്നവരായി മാറി. ഇനി മത്തായി സുവിശേഷത്തിൽ കടന്നു വരുമ്പോൾ അവിടെ ഒരു വ്യക്തിയെ കാണുന്നുണ്ട്. മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. അവൾ അമ്മയുടെ ഉപദേശപ്രകാരം യോഹന്നാൻ സ്നാപകന്റെ തല ഒരു താലത്തിൽ തരണമെന്ന് പറഞ്ഞു. ദൈവാലോചന പറഞ്ഞ യോഹന്നാൻ സ്നാപകന്റെ തല എടുക്കുവാൻ വേണ്ടി ഒരു അമ്മയുടെ ഉപദേശം കേട്ട ഒരു മകളെ കുറിച്ച് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇനിയും ഈ രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നവരായി തീരണം. അവരുടെ ആത്മീയ ജീവിതം പരിശീലിപ്പിക്കണം. അവരുടെ വിദ്യാഭ്യാസ ജീവിതം പരിശീലിപ്പിക്കണം. അവരുടെ ശാരീരികമായ മണ്ഡലങ്ങൾ അവരെ പരിശീലിപ്പിക്കണം. അവർക്ക് വേണ്ട അറിവുകൾ, ജ്ഞാനങ്ങൾ എല്ലാം പറഞ്ഞു കൊടുക്കുന്ന മാതാപിതാക്കളായി നമ്മൾ മാറണം. കാരണം അത് മാറിയെങ്കിൽ മാത്രമേ അത് ക്രിസ്തുവിലുള്ള പരിശീലനമായി തീരുമ്പോൾ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശീലനമായി തീരുമ്പോൾ അവൻ നല്ലൊരു ഭക്തനായി, ബഹുമാനമുള്ള, അനുസരണമുള്ള ഒരു ദൈവവൈതലായി അവൻ മാറും. കാരണം ക്രിസ്തുവിൽ അവനെ കൊണ്ടുവന്നു കഴിയുമ്പോൾ ആ മകൻ അല്ലെ മകൾ പഠിച്ച ദൈവസ്നേഹം പഠിക്കുന്നവരായി മാറും.
ഒന്ന്, ക്രിസ്തുവിലേക്ക് നമ്മൾ ആ കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ അത് ദൈവസ്നേഹം നമ്മൾ അവരിലേക്ക് പഠിപ്പിക്കുന്നവരായി തീരണം. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്താണെന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരായി തീരണം. മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കണമെന്ന് നമ്മൾ പഠിപ്പിക്കുന്നവരായി തീരണം. സഭയെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് നമ്മൾ പഠിപ്പിക്കുന്നവരായി തീരണം. പാസ്റ്റർമാരെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് നമ്മൾ പഠിപ്പിക്കുന്നവരായി തീരണം. എങ്കിൽ മാത്രമേ ആ ക്രിസ്തുവിൻ്റെ പദ്യോപദേശം അവർ അകത്തേക്ക് ചെറുപ്രായത്തിലേക്ക് കയറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ ക്രിസ്തുവിൻ്റെ ഭക്തിയിൽ അവർ ജീവിച്ചെടുക്കുവാൻ കഴിയും. മാത്രമല്ല, അവരെ വിജയത്തിലേക്ക് പരിശീലിപ്പിക്കണം. തെറ്റുകൾ കടന്നു വരുമ്പോൾ, കുറവുകൾ കടന്നു വരുമ്പോൾ, അല്ലെ നിരാശകൾ കടന്നു വരുമ്പോൾ, ജീവിതയാത്രയിൽ കഷ്ടങ്ങൾ വേദന കടന്നു വരുമ്പോൾ അതിനെ എങ്ങനെ വിജയത്തിലേക്ക് നയിച്ച് ക്രിസ്തുവിൽ എങ്ങനെ ജീവിക്കാമെന്ന് നമ്മൾ പഠിപ്പിക്കുന്നവരായി തീരണം. മാത്രമല്ല, ഒരു കുട്ടിയെ നമ്മൾ പരിശീലിപ്പിക്കുമ്പോൾ, കുഞ്ഞുങ്ങളെ നമ്മൾ പരിശീലിപ്പിക്കുമ്പോൾ പ്രത്യാശയിലും വിശ്വാസത്തിലും എങ്ങനെ ജീവിക്കാമെന്ന് നമ്മൾ പഠിപ്പിക്കുന്നവരായി തീരണം. മാത്രമല്ല, സഹിഷ്ണുതയിൽ, ജീവിതയാത്രയിൽ എങ്ങനെ സഹിഷ്ണുതയോടെ മറ്റുള്ളവരോട് പെരുമാറുവാൻ എങ്ങനെ കഴിയുമെന്ന് അവനെ പഠിപ്പിക്കുന്നവരായി മാറണം. മാത്രമല്ല, സമാധാനത്തോടെ എങ്ങനെ ജീവിക്കാമെന്നും നമ്മൾ പഠിപ്പിക്കണം. നമ്മുടെ ക്രിസ്ത്യ ജീവിതയാത്രയിൽ, നമ്മുടെ ദൈവസഭയിൽ സൺഡേ സ്കൂൾ പഠിപ്പിക്കുമ്പോഴും, നമ്മുടെ ദൈവയാത്രയിൽ ദൈവവചനം കേൾക്കുമ്പോഴും, കുടുംബത്തിനകത്തെ കുടുംബ പ്രാർത്ഥനയ്ക്കകത്തും ഈ ദൈവസ്നേഹത്തെക്കുറിച്ചും എങ്ങനെ മറ്റുള്ളവരെ ബഹുമാനിക്കണമെന്നും സഹിഷ്ണുതയോടെ എങ്ങനെ ജീവിക്കണമെന്നും വിശ്വാസവും പ്രത്യാശയും എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നും ദൈവ സമാധാനം എങ്ങനെ ഉണ്ടാകുമെന്നും ഒക്കെ പഠിപ്പിച്ച് ജീവിച്ചെടുത്തുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ പ്രായപൂർത്തിയാകുമ്പോൾ നല്ലൊരു അനുസരണമുള്ള, ബഹുമാനമുള്ള നല്ലൊരു വ്യക്തിത്വമായിട്ട് അവനെ വാർത്തെടുക്കുവാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണല്ലോ ഞാൻ വേഗം ചില വാക്യങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്താം. ഒന്ന് തിമോഥെയോസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം ഒരു ദൈവവേദനെ കുറിച്ച് പറയുന്ന ഒരു വാക്കാണ്. ശാന്തനും കലഹിക്കാത്തവനും ദൈവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൃഹത്തോടെ അനുസരിക്കുവാനും പാലിക്കുന്നവനുമായിരിക്കണം. നമ്മൾ ജീവിതയാത്രയിൽ നമ്മൾ ശാന്തനായിരിക്കണം, കലഹിക്കാൻ കഴിയാത്തവനായിരിക്കണം, ദൈവ്യാഗ്രഹമില്ലാത്തവനായിരിക്കണം, സ്വന്തം കുടുംബത്തെ നന്നായി നോക്കുവാൻ കഴിയണം. മാത്രമല്ല, തീത്തോസ് ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം, ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ ഭർത്തൃപ്രിയന്മാരും പുത്രപ്രിയന്മാരും ആക്കി മാറ്റണം. ഇനിയും ഈ ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന് 9-ാം വാക്യം, ചില വാക്യങ്ങൾ നമ്മൾ വീട്ടിൽ പോയി പിന്നീട് വായിച്ചെങ്കിലും മതിയും. ജാഗ്രതയോടെ കാത്തുകൊള്ളുക. എൻ്റെ ലാസ്റ്റ് വാക്യം, നിന്റെ മക്കളെയും മക്കളുടെ മക്കളെയും ഇവ പറഞ്ഞ് ഉപദേശിക്കണം. ഞാനും നിങ്ങളും മനസ്സിലാക്കിയിട്ടുള്ള ദൈവവചനം കുടുംബത്തിനകത്ത് കുഞ്ഞുങ്ങളെ പറഞ്ഞ് ഉപദേശിച്ച് വഴി നടത്തുന്നവരായി തീരണം. ആവർത്തന പുസ്തകം 6-ന്റെ 6-7 വാക്യം മാത്രം വായിക്കാം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിരിക്കുന്ന ഈ വചനങ്ങളെ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഇവയെക്കുറിച്ച് സംസാരിക്കണം. നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ആത്മീയ കാഴ്ചപ്പാട്, ആത്മീയ ദൈവവചനത്തിൻ്റെ ആ ആധികാരികത നമ്മൾ ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഏത് സമയത്തും ഈ ദൈവവചനത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അവർ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അനുസരണമുള്ളവരായി ബഹുമാനമുള്ളവരായി ജീവിച്ചെടുക്കുവാൻ കഴിയുമെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ടാണല്ലോ സദൃശ്യവാക്യം 22-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നത്, ബാലൻ നടക്കേണ്ട വഴിയിൽ അവനെ അഭ്യസിക്കുക, അത് വൃത്തനായാലും വിട്ടുമാറിയില്ല. എൻ്റെ പ്രിയ സ്നേഹിതരെ, നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് അവരെ കയറഴിച്ച് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് പറഞ്ഞു വിടുകയല്ല, അവനെ അഭ്യസിപ്പിക്കാൻ കഴിഞ്ഞെങ്കിലും അത് വൃത്തനായാലും അവൻ്റെ ആത്മീയത നഷ്ടപ്പെടുത്തി കളയുവാൻ അവൻ അനുവദിക്കത്തില്ല. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം, ഞാനും നിങ്ങളും ജീവിതയാത്രയിൽ ഈ 2025 പ്രാവർത്തികമാക്കേണ്ടതാണ്. രാത്രിയിൽ യാമാരത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക, നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കത്തുസനിൽ പകരുക. വീതിയുടെ തലമൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈകൾ മലർത്തുക. എന്നെ നിങ്ങളെ ഏൽപ്പിച്ച തലമുറകൾ നമ്മളെ ഏൽപ്പിക്കുവാൻ വേണ്ടി അവരെ വളർത്തി, അവരെ സംരക്ഷിച്ച്, അവർക്ക് ആവശ്യമായ ഉപദേശം കൊടുത്ത്, വിദ്യാഭ്യാസം കൊടുത്ത് ഞാൻ നിങ്ങൾ വളർത്തുമ്പോൾ ഈ കാലഘട്ടത്തിൽ രാത്രിയുടെ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുവാൻ ദൈവസഭ തയ്യാറാകണം. ഇതൊരു വല്ലാത്ത ദുഷ്ടകാലമാണ്. ഒരുപക്ഷെ ഞാനും നിങ്ങളും നമ്മോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുമ്പോൾ നമ്മോടൊപ്പം ആയിരിക്കുന്ന നിമിഷങ്ങൾ ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്കും നമ്മളെ വലിയ അല്ലെങ്കിൽ അനുസരണത്തോടെ ബഹുമാനത്തോടൊക്കെ വളർത്തിയെന്ന് വന്നേക്കാം.
പക്ഷെ അവർ നമ്മളെ വിട്ടിട്ട് ആ ഹയർ സ്റ്റഡിക്ക് വേണ്ടി കടന്നു പോകുമ്പോൾ രാത്രിയുടെ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, സഭയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സഹോദര കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്നവരായി തീരണം. നമ്മുടെ ഹൃദയം ദൈവസനിലേക്കൊന്ന് പകരുന്നവരായി തീരണം. വെള്ളം പോലെ കർത്താവിൻ്റെ സന്നിലേക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പകരുന്നവരായി തീരണം. എന്തിനു വേണ്ടി? നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ലോകത്ത് നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കരുത്. കാരണം നമ്മൾ പ്രാപിച്ചെടുക്കുന്ന ദൈവവിശ്വാസമുണ്ട്, നാം പ്രാപിച്ച ദൈവകൃപയുണ്ട്. നമ്മൾ എപ്പോഴും കാതോർത്ത് നമ്മൾ ഇരിക്കുന്ന പ്രത്യാശയോടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ നാം മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മോടൊപ്പം ഉണ്ടാകണം. അതിന് നമ്മൾ മാതാപിതാക്കളായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, രാത്രിയുടെ വാരത്തിൽ എഴുന്നേറ്റോട്ട് ആ അർദ്ധരാത്രിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഉറങ്ങുമ്പോൾ, മറ്റുള്ളവരെല്ലാം ഉറങ്ങുമ്പോൾ, നമ്മൾക്ക് ഒറ്റയ്ക്കിരുന്ന് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നമ്മുടെ ഹൃദയത്തെ പകർന്നുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുന്ന മാതാപിതാക്കളായി നമ്മൾ ഈ 2025 മാറണം. ഒരു ദുഷ്ടം പോലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിനകത്ത് കയറാതെ, ഒരു ദുഷ്ടം നമ്മുടെ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കാതെ, ഒരു ലോകത്തിലെ ഒരു ശക്തിയും നമ്മുടെ കുഞ്ഞുങ്ങളെ ഇല്ലായ്മ ചെയ്യാതിരിക്കുവാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കളായി, അവരുടെ കർത്താവിനെ അനുസരിക്കുന്ന, ബഹുമാനിക്കുന്ന, അവർക്ക് ബഹുമാനിക്കുന്ന മുഖാന്തരമായി ദീർഘായുസ് ഉണ്ടാകുവാൻ വേണ്ടി, മക്കളെ ഭക്തിയുദ്ദേശത്തിൽ വളർത്തി എടുക്കുന്ന മാതാപിതാക്കളായി തീരുവാൻ വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈ വചന കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.